കാസർഗോഡ് ദേശീയപാത 66-ൽ പോത്തിൻകൂട്ടം. ദേശീയപാത സുരക്ഷാ വിഭാഗവും അഗ്നി രക്ഷാസേനയും ചേർന്ന് പോത്തുകളെ റോഡിൽ നിന്നും ഇറക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാൻ മതി. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചയാണ്. റോഡിന്റെ അവസ്ഥ തന്നെ അറിയാമല്ലോ. വാഹനങ്ങൾ പോകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ പോത്തിൻകൂട്ടം വരുന്നത്. എങ്ങനെ ഇത് അവിടേക്ക് വന്നു? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇപ്പോൾ അഗ്നിരക്ഷാസേന അതിനെ അവിടെ നിന്നും ഈ പ്രദേശത്ത് നിന്നും റോഡിൽ നിന്നും മാറ്റിയോ? ആരാണ് ശരിക്കും ഈ പോത്തിൻകൂട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ മൊഗ്രാൽപത്തൂരിലെ സർവീസ് റോഡിൽ നിന്നും കട്ട് ചെയ്ത് ഇത്തരത്തിൽ പോത്തിൻകൂട്ടം ദേശീയപാതയിലേക്ക് കടക്കുന്നു. അതിനുശേഷം കിലോമീറ്ററുകളോളം, ഏകദേശം 8-10 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിൽ പോത്തിൻകൂട്ടം നടന്ന് ദേശീയപാതയിലുടനീളം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നു. പിന്നീട് ദേശീയപാതയുടെ സുരക്ഷാ വിഭാഗവും അഗ്നിശമന സേന ചേർന്ന് അണങ്കൂർ ഭാഗത്തെ സർവീസ് റോഡിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം, ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഇതിന്റെ ഉടമസ്ഥർ ഇതുവരെയും രംഗത്ത് എത്തിയിട്ടില്ല എന്നതാണ്.